ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യം. ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കേണ്ട. ഒത്തിരിയേറെ ധൈര്യത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഈശോ പറയുന്ന വാക്കുകളാണ്. നിങ്ങളതേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കേണ്ട. ഇതൊരു വെല്ലുവിളിയാണ് കേട്ടോ. ഇന്നത്തെ വചനത്തിലൂടെ ഈശോ എനിക്ക് നൽകുന്ന വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് പറയാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ ധൈര്യത്തോടുകൂടി ഈ ഒരു കാര്യം പറയുവാനായിട്ട് എനിക്ക് സാധിക്കുമോ? പലപ്പോഴും നമുക്കത് പറ്റുന്നില്ല. കാരണം എന്താ? നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലാതായി പോയി. ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ പ്രവൃത്തിയിൽ അത് പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോവുകയാണ്. പക്ഷേ ഈശോ പറയുന്നത് എന്താ? എൻ്റെ പ്രവൃത്തി കണ്ടിട്ടാ നിങ്ങൾ എന്നെ വിലയിരുത്തേണ്ടത്. സ്നേഹമുള്ളവരെ, ഇത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ദൈവത്തിൻ്റെ മുൻപിൽ എൻ്റെ പ്രവൃത്തി കണ്ട് എന്നെ വിലയിരുത്തേണ്ട സാഹചര്യം, എൻ്റെ പ്രവൃത്തി കണ്ടിട്ട് മറ്റൊരാൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ, സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം ഫലശൂന്യമായിട്ട് പോവുകയാണ്. വാക്കിലല്ല കാര്യം, മറിച്ച് എൻ്റെ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കാനായിട്ട്, നല്ല മാതൃക കൊടുക്കാനായിട്ട് പറ്റണം. അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വാക്കുകളിലൂടെ പറഞ്ഞു കൊടുത്താൽ പോരാ, മറിച്ച് എൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കാനായിട്ട് എനിക്ക്. കാരണം ഞാൻ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്നതാ എൻ്റെ മക്കൾ കണ്ടു പഠിക്കുന്നത്. അതാണ് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. പലപ്പോഴും നമുക്ക് ഈ ഒരു മാതൃകയാണ് ഇന്ന് ഇല്ലാതായി പോകുന്നത്. പ്രവൃത്തിയിലൂടെ ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. നന്മ പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നില്ല, പക്ഷെ നന്മ പറയാനായിട്ട് പറ്റുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ പറച്ചിലിൽ മാത്രം ഒതുങ്ങി നിൽക്കരുതേ എന്ന് എൻ്റെ ഈശോ എന്നോട് പറയുക. മറിച്ച് ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കണം. എൻ്റെ വാക്ക് മൂലമല്ല, മറിച്ച് എൻ്റെ പ്രവൃത്തി മൂലം മറ്റൊരുവൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാൽ മാത്രമേ എൻ്റെ ജീവിതം ദൈവത്തിന് മുൻപിൽ വിലയുള്ളതായിട്ട് തീരത്തുള്ളൂ. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തി കണ്ട് ആരെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ടുണ്ടോ? അതോ എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലേ? അതോ എൻ്റെ പ്രവൃത്തി കണ്ടിട്ട് മറ്റൊരുവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോവുകയാണോ? അകന്നു പോവുകയാണെങ്കിൽ ശിക്ഷാവധിക്ക് നമ്മൾ കാരണമാവും. മറിച്ച് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് എൻ്റെ പ്രവൃത്തി മൂലം അവരടുക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നമുക്കും ഈശോയെ പോലെ ധൈര്യത്തോടുകൂടി പറയാൻ പറ്റണം, ഈശോയെ, ദേ എൻ്റെ പ്രവൃത്തി കണ്ടിട്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ മുൻപിൽ നല്ല മാതൃക കൊടുക്കുവാനായിട്ട്, മറ്റുള്ളവരെ വാക്കിലൂടെ അല്ലാതെ പ്രവൃത്തിയിലൂടെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.